ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ലാഭം, അതാണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്സ്. എൻ്റെ പേര് ബുഹാരി, ഫുഡ് ആൽക്കമിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഹോട്ടൽ ബിസിനസ് സക്സസ് ആക്കി കൊടുക്കുന്നതാണ് എൻ്റെ മറ്റൊരു ജോലിയും ബിസിനസ്സും. അപ്പോൾ ഹോട്ടൽ ഫുഡുകളിലുള്ള ലാഭമാണ് നമ്മൾ ഇന്ന് കണക്കൂട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ലാഭം കണക്കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ലാഭം എടുക്കുന്നവരുടെ ഒരു കണക്ക് ഞാൻ പറയാം. ഹോട്ടലുമായി ബന്ധപ്പെട്ട് ചേർന്ന് ബേക്കറി ചെയ്യുകയാണെങ്കിൽ ബേക്കറി നല്ല ലാഭമുള്ളതാണ്. നമ്മൾ ഓൺ ബേക്കിംഗ് സെറ്റിങ്സ് ചെയ്ത് അത് ചൂടോടുകൂടി ക്വാളിറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 200-300% വരെ, 100 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെങ്കിൽ 300 രൂപയ്ക്കാണ് മിനിമം സെല് ചെയ്യുക. പിന്നെ 300 മുതൽ 600 രൂപ വരെ കുക്കീസുകൾ, കേക്കുകൾ, അതൊക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു വിഭാഗം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേകളിൽ, ചെന്നൈ, ബാംഗ്ലൂർ, ബോംബെ ഒക്കെ ഹൈവേകളിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ബിരിയാണിയുടെ വില 2024 ജനുവരിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 300 മുതൽ ഒരു 400 രൂപ വരെ ഒരു ചിക്കൻ ബിരിയാണിയുടെ വില ആയിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ 285 മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ഉണ്ട്. അപ്പോൾ 2 പീസ് ഇട്ട് ബിരിയാണി വിൽക്കുമ്പോൾ അവർ ഏകദേശം പ്രൊഡക്ഷൻ കോസ്റ്റ്, അവരുടെ ലേബർ, വാടക, ഇതൊക്കെ ഒരു ചെറിയ പെർസെൻറ്റേജ് കൂടെ കയറ്റിയിട്ടാണ് 50% അവർ പറയാം. അത് നല്ലൊരു വോളിയം സെയിൽ ഉണ്ടെങ്കിൽ ആ പൈസ അവിടെ കാണും ചെയ്യും. ഒരു ഉദാഹരണത്തിന് 20,000 രൂപയുടെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ ലാഭം. പക്ഷെ ആ 10,000 രൂപയുടെ ലാഭം എന്ന് പറയുന്നത് അതിൽ നിന്ന് വേണം നമ്മളെ നാട്ടിലുള്ള സെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ശമ്പളവും അവരുടെ യൂട്ടിലിറ്റി ചെലവുകളും അതുപോലെ പക്ഷേ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഈ വാടകയും മറ്റും ഒക്കെ കയറുക ഈ ബാക്കിയുള്ള എമൗണ്ടിലാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് 150 രൂപയുടെ ബിരിയാണി വിൽക്കുകയാണെങ്കിൽ അതിന് 75 രൂപ 80 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ വരും. അപ്പോൾ സത്യത്തിൽ ലാഭം കുറവാണ് ബിരിയാണിയിൽ. നമ്മുടെ നാട്ടിൽ ഒരു ഹൈ ക്വാളിറ്റി ബിരിയാണി ആണെങ്കിൽ 85 രൂപ എങ്ങനെയും വരും, 90 രൂപയൊക്കെ എത്തും ഒരു നല്ല ക്വാളിറ്റി ബിരിയാണി നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഒന്നെങ്കിൽ അത് ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യണം. ഈ ഒരു 2-4 പേരെ വെച്ചിട്ട് നമുക്കൊരു 150 കിലോ അരിയുടെ ജോലികൾ മൊത്തത്തിൽ ചെയ്യിക്കുകയാണെങ്കിൽ വളരെ ലാഭകരമാണ്. പെർ പീസുമേ നമുക്ക് ചെറിയൊരു കോസ്റ്റ് മാത്രമേ വരുള്ളൂ. അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് അല്ല അതിൻ്റെ മുകളിൽ കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ വോളിയം ബിസിനസ്, അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരം കസ്റ്റമറെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, മിനിമം ലേബറിനെ വെച്ച് ചെലവ് ചുരുക്കിക്കൊണ്ടാണ് ലാഭം എടുക്കാൻ പറ്റുള്ളൂ. ചെറുകിട സംരംഭകർക്ക് വലിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ബിസിനസിന്റെ വോളിയം കൂട്ടിയിട്ട് അതുപോലെ തന്നെ പ്രൈസിന്റെ മുകളിലും ഒരു പ്രീമിയം, അൾട്രാ പ്രീമിയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാഭം അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ലാഭം എടുക്കേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഗ്ലാസ്, കൊടുക്കുന്ന കപ്പ്, ഞാനൊരു അങ്കമാലിക്ക് അടുത്തൊരു കടയിലേക്ക് ഇതേപോലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയപ്പോൾ 1 കിലോ അരിയിൽ 4 ബിരിയാണി വിളമ്പാൻ പറ്റുള്ളൂ. കാരണം ഇത്രയുണ്ട് കപ്പ്. അതിനകത്ത് ഒരു 1 കിലോ 1.25 കിലോ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി 2 പേര് കഴിച്ചാൽ അത് തീരില്ല. ഇങ്ങനെ കയ്യും കണക്കും അറിയാതെ നമ്മൾ വിളമ്പി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെഷർമെന്റ് കിട്ടില്ല. നമ്മൾ അതിനെ കുറിച്ചിട്ട് അറിയണം. ഒരു സാധാരണ ഒരാളുടെ വയറ്, ഒരു സ്റ്റൊമക്ക് ഫുൾ എന്ന് പറയുന്നത് ഒരു 400-450 ഗ്രാം കഴിച്ചാൽ തന്നെ അത്യാവശ്യം സഫീഷ്യൻ്റ് ആണ്. ജ്യൂസും മറ്റുള്ളതൊക്കെ ആഡ് ഓൺ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു 300-350 ഗ്രാം കഴിച്ചാൽ തന്നെ നോർമലായിട്ട് ഒരു സ്റ്റൊമക്ക് ഫുള്ളാവും. അതിന് മുകളിൽ വെള്ളമോ ജ്യൂസോ മറ്റുള്ള എന്തെങ്കിലും കഴിച്ചാൽ ഫുള്ളായി. 450-500 ഗ്രാമിൻ്റെ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചാൽ പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇന്ന് മുതൽ വിളമ്പുമ്പോൾ ആ പാത്രം വെയിറ്റ്ലെസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് നോക്കി നോക്കുക, ഇത് എത്ര ഗ്രാം വരുന്നുണ്ട്. 400-450 ഗ്രാം കഴിച്ചാൽ ഒരാളുടെ വയറ് ഏകദേശം റെഡി ആയിരിക്കും. നിങ്ങൾ ഉദാഹരണത്തിന് പൊറോട്ടനെ എടുത്ത് നോക്കിയുള്ളൂ. ഒരു പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കം നോക്കിയാൽ 50 ഗ്രാം വരിക. 3 പൊറോട്ട 150 ഗ്രാമായി. 2 പൊറോട്ടയാണ് സാധാരണ ഒരാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ബീഫ് കറി എന്ന് പറഞ്ഞാൽ 150 ഗ്രാമായി. അപ്പോൾ നമ്മൾ ബിരിയാണി വാരി വലിച്ച് കൊടുത്താൽ പിന്നെ ജ്യൂസ് പോലും കുടിക്കാനുള്ള സ്ഥലം വയറിനകത്ത് ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക, നമുക്കൊരു ജ്യൂസ് അവർ ഓർഡർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഇതിൽ പ്രൊഫഷണലായിട്ട് ഇത് എത്ര വിളമ്പണം, ഏത് പാത്രത്തിൽ വിളമ്പണം, ഇത് എത്ര ഗ്രാം ആയിരിക്കണം, ഏത് അരി ഉപയോഗിക്കണം, നമ്മൾ വിൽക്കുന്ന വിലക്കനുസരിച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു അവബോധം ഇല്ലെങ്കിൽ അത് ലോസിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ ടോട്ടൽ വോളിയം നോക്കിക്കഴിഞ്ഞാൽ
നമുക്കൊരു 10 മുതൽ 20% വരെയാണ് എല്ലാ ചെലവും കഴിച്ച് ഓണർക്ക് പോക്കറ്റിൽ വെക്കാൻ കിട്ടാൻ സാധ്യത. അത് തന്നെ ഫുഡ് വേസ്റ്റ് വന്നാൽ മേത്ത് പിടിക്കും. അതുപോലെ തന്നെ ഓവർ ക്വാണ്ടിറ്റി കൊടുത്താൽ മേത്ത് പിടിക്കും. കാരണം ഞാനിപ്പോൾ കൊച്ചിയിലെ ഒരു താജ് ഹോട്ടലുണ്ട്, ഒരു EVM തിയേറ്ററിൻ്റെ അടുത്ത്. ഞാനും അവിടുത്തെ ഒരു കസ്റ്റമറാണ്. ഒരു ബീഫ് കറി മേടിച്ചാൽ ഒരു 2 ആൾക്ക് 3 ആൾക്ക് കഴിക്കാനുള്ള ബീഫ് കറി അവർ കൊടുക്കും. ഒരു വിജയകരമായി 2 കൊല്ലം നടത്തി കടം കൊണ്ട് അയാൾ ആ കട പൂട്ടി. അപ്പോൾ EVM തിയേറ്ററിൻ്റെ ഭാഗത്ത് വന്നിട്ട് അന്വേഷിച്ചാൽ അറിയാം താജ്. അത് എന്തുകൊണ്ടാണ് പൂട്ടിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ഇടി. കാരണം ഫ്രീ കൊടുക്കണ പോലെ കൊടുത്തിരുന്നത്. ഒരു കഴിയും കണക്കില്ലാതെ ഹിന്ദിക്കാരനൊക്കെ ഒരു 150 രൂപയുടെ കറി മേടിച്ചാൽ ഒരു 2-3 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി കൊടുത്തിരുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ കൊടുത്തിരുന്നത്. പക്ഷെ എന്തായി, അദ്ദേഹത്തിനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കൊടുത്ത് ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് ഇല്ല. എന്തുകൊണ്ട് അയാൾക്ക് പ്രോഫിറ്റ് ഇല്ലാഞ്ഞത്? ടെക്നോളജി അയാൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പാരമ്പര്യ സ്റ്റൈൽ കുക്കിംഗ്. അപ്പോൾ കുറേ ആൾക്കാർ വേണം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ ടെക്നോളജി എന്നെ പോലുള്ള ഒരാളെ കണ്ട് അയാൾ അവസാനം പൂട്ടിയതിന് ശേഷമാണ് എന്നെ വന്ന് കാണുന്നത്. അദ്ദേഹം ആ ടെക്നോളജി അന്നേ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതിനെ നല്ല രീതിയിൽ പിടിച്ചു കൊണ്ടുപോകാമായിരുന്നു. കാരണം ഒരു 80 മുതൽ 1 lakh പ്ലസ് വരെ ബിസിനസ് നടന്നിരുന്നിട്ടും എപ്പോഴും ഒരു വൈകിട്ടൊക്കെ ഭയങ്കര ക്രൗഡഡ് ആണ് ആ ഏരിയ. ഈ ഭാഗത്തുള്ളവരോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കട പോലും പൂട്ടേണ്ടി വന്നാൽ അതിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ 1 കൊല്ലം 2 കൊല്ലം പിടിച്ചു നിന്നിട്ടും പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവർ സിസ്റ്റം ശരിയല്ല. കാരണം കച്ചവടം ഉണ്ടായിട്ടും സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ് അവർ കടക്കാരനായി ആ കട പൂട്ടേണ്ടി വന്നത്. ഞാൻ ഈ പരിസരത്ത് വരുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും പാർസൽ മേടിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിർത്തിപ്പോയപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ക്വാളിറ്റിയിലും ഹെവി ക്വാണ്ടിറ്റിയിലും കിട്ടുന്ന ഇത് നഷ്ടപ്പെട്ടു. പിന്നെ അവർ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് തുടങ്ങി. പക്ഷേ അവർ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചപ്പോൾ കസ്റ്റമർ കൈ കഴുകി. കാരണം അപ്പോൾ കച്ചവടം ഇല്ലാണ്ടായി. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മൾ ചെയ്താൽ നമ്മൾ വിജയിക്കും. ഇല്ലെങ്കിൽ അവസാനം പലചരക്കുകാരനും കോഴിക്കാരനും ഒക്കെ കാശ് കൊടുക്കാറില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോയതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ എപ്പിസോഡാക്കിയിട്ട് അത് ഇടും. കൂടാതെ സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ 2 അടിച്ചാൽ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നല്ല അറിവുകളെ മിസ്സാക്കാതെ സൂക്ഷിക്കാൻ പറ്റും. നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കൺഗ്രാറ്റ്സ്.